ന്യൂസ് 80 ആൾക്കാർ തടഞ്ഞു നിർത്തി. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ അമ്പലത്തിന് മുമ്പിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വെച്ച് ഇത് എടുക്കാൻ പാടില്ല. അപ്പൊ അവര് പറഞ്ഞു, കുഴപ്പമില്ല, ഞങ്ങൾ അനുവാദം മേടിച്ചിട്ടുണ്ട്, ആ പെർവ്യൂവിന്റെ ഇപ്പുറത്താണെന്ന് പറഞ്ഞു. ശരി, എന്താ വേണ്ടത് എന്ന് ഞാൻ ചോദിച്ചു. അവര് ന്യൂസ് 80 രേണു എന്ന് പറയുന്ന റിപ്പോർട്ടർ അവരുടെ മതേതരത്വം വിളമ്പാൻ തുടങ്ങി. ഞാനും മനീഷ്, അതുപോലെ കൃഷ്ണൻകുട്ടി, 3 പേരേ ഉള്ളൂ. ഇവരെന്റെ വണ്ടി ഓടിക്കുന്ന സനീഷ്, 4 പേരേ ഉള്ളൂ ആകെ. പക്ഷേ ഇവര് ഈ മതേതരത്വം ഇങ്ങനെ പറഞ്ഞു, ഫ്ലെക്സ് ബോർഡിന്റെ കാര്യം പറഞ്ഞു, ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോ അത്ഭുതകരം എന്ന് പറയട്ടെ, ഒരു 10-45 പേര് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിരുന്ന ആൾക്കാർ അവിടെ വന്നു. ഭഗവാന്റെ അടുത്ത് പോയ ആൾക്കാർ തിരിച്ചു വന്നു. അപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഇവര് പെട്ടെന്ന് എന്നെ തടഞ്ഞിട്ട് പറഞ്ഞു, സാർ ഒന്നും പറയണ്ട, ഞങ്ങൾ പറയാം ഇവരോടൊന്ന് പറഞ്ഞിട്ട് ഇവന്മാരടുത്ത് ഭയങ്കര ബഹളം. അവസാനം ക്യാമറയും കൊണ്ട് അവർ ഓടേണ്ടി വന്നു, അവർക്ക് നിൽക്കാൻ പറ്റേണ്ട അവസ്ഥ വന്നു. എന്ന് പറഞ്ഞാൽ ഗുരുവായൂരിലെ ഭക്തജനങ്ങളും ഗുരുവായൂരിലെ ജനങ്ങളും ഇനി സാറ് മറുപടി പറയണ്ട, മറുപടി ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറയുന്ന അവസ്ഥ ഇന്നുണ്ടായി. അവർ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അതൊക്കെ കട്ട് ചെയ്തു, അത് പോട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്. തൃശ്ശൂരിലുള്ള ഒരു മനുഷ്യനാണ്, എനിക്ക് വോട്ട് ചെയ്യണം, ഒരു ദിവസം എന്റെ കൂടെ വർക്ക് ചെയ്യണം, ഇവിടെ വോട്ടുണ്ട്, അതുകൊണ്ട് ഒരു ദിവസം അങ്ങയെ കാണണം, വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹം താമസിക്കുന്നത് തൃശ്ശൂരാണ്, പക്ഷെ ഇവിടെ വോട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തെക്കേന്നറിയാം, ഞാൻ ഇവിടെ വോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോ ഇത്തരത്തിലെ ആളുകൾ, അതെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതിനു ശേഷം ഇനിയും എനിക്കാണ് വോട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഞാൻ അദ്ദേഹത്തെ ഒന്ന് ആദരിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ മാറ്റം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ സുഹൃത്തുക്കള്, ഞങ്ങളുടെ രാമായണ ഫെസ്റ്റിന്റെ മാഷ് എന്നാണ് പറയാ, മാഷ് എന്നാണ് ഞങ്ങൾ പറയാ. രാജീവ് മേനോൻ എന്നാണ് പേര്. രാജീവ് മേനോന്റെ ഭാര്യ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ രതീഷ് എത്തിയിട്ടുണ്ട്. പിന്നെ ആരൊക്കെയാ? പിന്നെതാ പേരെന്ന് പറയാ, ഗീത എത്തി. അതുപോലെ നിരവധി ആളുകൾ വെളിയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അപ്പം നിരവധി ആളുകൾ നമ്മുടെ ഈ പ്രവർത്തനത്തെ ഇതൊരു ഈശ്വരീയമായ തെരഞ്ഞെടുപ്പാണ് എന്ന് കണ്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് കടപെടുതാം. ബോലോ ഭാരത് മാതാ കേ. ഈ മണ്ണിനെ സംരക്ഷിക്കാനുള്ള, ഈ പവിത്രമായ പാരമ്പര്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടമല്ല. അതുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയമില്ല. കോൺഗ്രസുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും ശരി, ഈ നാടിന്റെ പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ വിനീതമായി നിങ്ങളെല്ലാവരും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.